നമസ്കാരം. തലസ്ഥാനത്തെ ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് അമ്മത്തൊട്ടിലിൽ സർവത്ര ദുരൂഹത. അമ്മത്തൊട്ടിൽ ലഭിച്ച പിഞ്ചു കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിൽ ജീവനക്കാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി. പുലർച്ചെ 3 മണിക്ക് അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെട്ട ആൺകുഞ്ഞിനെ ജീവനക്കാർ കാണുന്നത് 6 മണിക്കൂറിന് ശേഷം രാവിലെ 9 മണിക്ക് മാത്രമാണ്. കുഞ്ഞിനെ തേടി അച്ഛനും അമ്മയും എത്തിയതോടെയാണ് സമിതിക്കുള്ളിലെ അനാഥയും രേഖകളിലെ പൊരുത്തക്കേടുകളും പുറത്തറിഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരി 12-നാണ് 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മാതാപിതാക്കൾ അമ്മത്തൊട്ടിലിൽ കിടത്തിയത്. കുഞ്ഞ് തൊട്ടിലെത്തിയാൽ അകത്തറിയിപ്പ് നൽകാനുള്ള ബെൽ സംവിധാനം സമിതിയിലുണ്ടെങ്കിലും ഇത് പലപ്പോഴും പ്രവർത്തിക്കാറില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ബെല്ലടിച്ചില്ലെങ്കിലും ഡ്യൂട്ടിയിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരനും ഡ്രൈവറും ഓരോ മണിക്കൂർ ഇടവിട്ട് അമ്മത്തൊട്ടിലിൽ നേരിട്ട് പരിശോധിക്കണമെന്നാണ് ചട്ടം. എന്നാൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ ഈ നിർദ്ദേശം കാറ്റിൽ പറത്തിയതോടെ കുഞ്ഞ് മണിക്കൂറുകളോളം ആരും അറിയാതെ തൊട്ടിലിൽ കിടന്നു. രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിയിലെത്തിയവരാണ് കുഞ്ഞിനെ കണ്ടത്. തുടർന്ന് തങ്ങളുടെ വീഴ്ച മറച്ചുവെക്കാൻ കുഞ്ഞിനെ ലഭിച്ചത് 9 മണിക്കാണെന്ന് ജീവനക്കാർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി. ഇവിടെയാണ് രേഖകളിലെ കൃത്രിമം വ്യക്തമാകുന്നത്. 1 മാസത്തിനു ശേഷം കുഞ്ഞിനെ തിരികെ വേണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിച്ചതോടെയാണ് നാടകം പൊളിഞ്ഞത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നും ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചതായും ഇവർ അറിയിച്ചു. തങ്ങൾ പുലർച്ചെ 3 മണിക്കാണ് കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ വെച്ചതെന്ന് മാതാപിതാക്കൾ രേഖാമൂലം അറിയിച്ചതോടെ സമിതി ഉദ്യോഗസ്ഥർ പ്രതിരോധത്തിലായി. സമിതിയുടെ റെക്കോർഡ് പ്രകാരം 9 മണിക്കാണ് കുഞ്ഞിനെ കിട്ടിയത് എന്നതിനാൽ മാതാപിതാക്കളുടെ വാദം കള്ളമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു നീക്കം. എന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് ബന്ധുക്കൾ കർശന നിലപാടെടുത്തതോടെ DNA പരിശോധന നടത്താൻ കമ്മിറ്റി നിർദ്ദേശിച്ചു. പരിശോധനയിൽ കുട്ടി ഇവരുടേതാണെന്ന് തെളിഞ്ഞതോടെ കുഞ്ഞിനെ വിട്ടു നൽകുകയായിരുന്നു. സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ അനാസ്ഥ അതീവ ഗൗരവകരമാണ്. രാത്രികാലങ്ങളിൽ അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങൾ എത്തിയാൽ അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഉറക്കത്തിലാകുന്നത് കുഞ്ഞുങ്ങളുടെ തന്നെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയാണ്. കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ മാതാപിതാക്കൾ എത്തിയതുകൊണ്ട് മാത്രമാണ് ഈ അനാസ്ഥ പുറം ലോകം അറിഞ്ഞത്. ശിശുക്ഷേമ സമിതിയിൽ ഇത്തരം എത്രയോ വീഴ്ചകൾ രേഖകളിൽ കൃത്രിമം കാട്ടി മറച്ചുവെക്കുന്നുണ്ടാകാം എന്ന സംശയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ് ശിശുക്ഷേമം അല്ലെങ്കിൽ സ്ത്രീ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള വകുപ്പുകൾ. ഈ വകുപ്പിൽ ഏറ്റവും പ്രധാനമായും കേരളത്തിൽ മാതൃകാപരമായി നടപ്പിലാക്കുന്ന ഒന്നാണ് അമ്മത്തൊട്ടിലുകൾ. അമ്മത്തൊട്ടിലുകളിൽ കുട്ടികൾ എത്തിയാൽ അവർ സുരക്ഷിതരായിരിക്കുമെന്നും മാതാപിതാക്കളുടെ ഐഡന്റിറ്റി അത് രഹസ്യമായി സൂക്ഷിക്കുമെന്നും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഓരോ കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങളെ സർക്കാർ നോക്കുമെന്നും അവർക്ക് ചിലവിന് കൊടുക്കുമെന്നും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമെന്നും അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന ബോധ്യമാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കാതെ അമ്മത്തൊട്ടിലിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഈ അമ്മത്തൊട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ വരുന്നത്. ഈ അനാസ്ഥകൾ എന്തായാലും അന്വേഷിക്കേണ്ടതുണ്ട്. 6 മണിക്കൂറോളം ഒരു കുരുന്ന്, അത് 3 ദിവസം മാത്രം പ്രായമായുള്ള ഒരു കുഞ്ഞുകുട്ടി തൊട്ടിലിൽ കിടക്കുക, 6 മണിക്കൂറോളം ഭക്ഷണം ഇല്ലാതെ കിടക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കുട്ടിക്ക് മറ്റൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്നാലും സംഭവത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടി തന്നെ വേണമെന്ന ആവശ്യം ശക്തമാണ്.